കേരളത്തിലെ CPM-നെ കുറിച്ച് പറയുമ്പോൾ രണ്ട് പേരുകളാണ് ഓർമ്മയിൽ വരിക, അല്ലെങ്കിൽ രണ്ടു ചിത്രങ്ങളാണ് മനസ്സിൽ വരിക. ഇത് CPM-നെ കുറിച്ച് അല്ലാതെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചല്ല. രണ്ട് പേരുകൾ, രണ്ട് ചിത്രങ്ങൾ. ഒന്ന് EMS, മറ്റൊന്ന് AKG. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ യാതൊരു സംശയവും വേണ്ട, പാർട്ടിയുടെ ഏക സഖാവ് P. കൃഷ്ണപിള്ള, അദ്ദേഹം അവിടെയുണ്ട്. പക്ഷെ CPM എന്ന് പറയുമ്പോൾ രണ്ടു പേരുകളാണ്. ഇനിയിപ്പോൾ അത് വേണ്ട, അങ്ങനെ രണ്ടു പേരുകൾ മനസ്സിൽ വരികയൊന്നും വേണ്ട. ഇനി കേരളത്തിലെ CPM-ൽ ഒരേ ഒരു നാമധേയമേ ഉള്ളൂ, പിണറായി വിജയൻ. പിണറായി ദ ലെജൻഡ്. മറ്റൊരു പേരിനെ പറ്റി നാം ഓർക്കുകയോ ആലോചിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങള് സത്യക്രിസ്ത്യാനികൾ ഏക സത്യ ദൈവം എന്ന് പറയുന്നത് പോലെ CPM-ന്റെ കാര്യത്തിൽ കേരളത്തിൽ ഇനി ഒരേ ഒരു നാമം, അത് പിണറായി വിജയൻ. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിർമ്മിച്ച ഒരു ഡോക്യുമെന്ററി, അതാണ് പിണറായി ദ ലെജൻഡ്. അത് അവതരിപ്പിച്ചിരിക്കുന്നത് ചലച്ചിത്ര നടൻ കമലഹാസനാണ്. ഇന്നലെ അതിന്റെ പ്രകാശന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. മഹത്വവൽക്കരണത്തിന്റെ, പിണറായി വാഴ്ത്തലിന്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട എഡിഷനാണ് ഈ ഡോക്യുമെന്ററി. ആദ്യത്തേത് നമുക്ക് ഓർമ്മയുണ്ടാവും, നെയ്യാറ്റിൻകരയിൽ നടന്ന സമൂഹ തിരുവാതിരയായിരുന്നു. രണ്ടാമത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ തന്നെ നിർമ്മിച്ചവതരിപ്പിച്ച ഒരു സമൂഹ ഗാനം. അത് 100ഓളം ഗായകര്, അത് അസോസിയേഷനിൽപ്പെട്ട ആളുകളാണ്, അവർ ചേർന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവതരിപ്പിച്ചു. ഇപ്പോൾ ഏറ്റവും പുതിയ എഡിഷനാണ് അസോസിയേഷൻ തന്നെ നിർമ്മിച്ച, പണം മുടക്കി ഉണ്ടാക്കിയ പിണറായി ദ ലെജൻഡ് എന്ന് പറയുന്ന ഇന്നലെ റിലീസ് ചെയ്ത ഡോക്യുമെന്ററി. ഗ്ലോറിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മഹത്വവൽക്കരണം, വാഴ്ത്തൽ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പരമപദ പ്രാപ്തി എന്നൊരർത്ഥം കൂടി ഈ വാക്കിനുണ്ട്. സത്യത്തിൽ ഇന്നലെ നടന്നത്, ഈ ഡോക്യുമെന്ററി റിലീസിലൂടെ സംഭവിച്ചത്, പിണറായി വിജയൻ എന്ന പാർട്ടി ദൈവത്തെ പരമപദത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്ന ചടങ്ങായിരുന്നു. കത്തോലിക്ക സഭയില് വളരെ പ്രധാനപ്പെട്ട ആധ്യാത്മിക നേതാക്കളെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് തൊട്ടു മുമ്പത്തെ ഒരു ഘട്ടമാണ് വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിക്കുക. ബിയാറ്റിഫിക്കേഷൻ എന്നാണ് അതിന് പറയുക. ഈ ഗ്ലോറിഫിക്കേഷന്റെ മറ്റൊരു പദമെന്ന് കരുതിയാൽ മതി, ബിയാറ്റിഫിക്കേഷൻ. ബിയാറ്റിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരാളിന് സെയിൻറ്റ്ഹുഡ് നൽകും, അല്ലെങ്കിൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും. ഇനി നമ്മുടെ പിണറായിയുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു അടുത്ത ഘട്ടം നമുക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. തിരുവാതിരയായാലും സമൂഹഗാനമായാലും വാഴ്ത്തുപാട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തിരുവാതിരപ്പാട്ടിൽ പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത്, ഇന്നീ പാർട്ടിയിൽ ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ നമ്മുടെ പിണറായി സഖാവ് തന്നെ എന്നുള്ളതായിരുന്നു. പിന്നീട് സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ സമൂഹ ഗാനമായപ്പോൾ അത് അല്പം കൂടെ ഒന്ന് ഉയർന്നു. പറഞ്ഞല്ലോ, ഈ വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കുന്നതിന് പല പല ഘട്ടങ്ങളുണ്ട്. ദൈവദാസൻ എന്ന് പ്രഖ്യാപിക്കും, അത് കഴിഞ്ഞിട്ട് വാഴ്ത്തപ്പെട്ടവനാകും, അങ്ങനെ പല ഘട്ടങ്ങളാണ്. അതുപോലെ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ ഈ വാഴ്ത്തുപാട്ടിൽ ചെമ്പടയ്ക്കു കാവലാൾ, ചെങ്കനൽ കണക്കൊരാൾ, അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട പ്രയോഗം. അപ്പോൾ ഇന്നലെ റിലീസ് ചെയ്ത ഈ ഡോക്യുമെന്ററിയില് സൂര്യൻ എന്നാണ് ഇദ്ദേഹത്തെ വാഴ്ത്തിയിരിക്കുന്നത്. സൂര്യൻ, പാർട്ടി പിറന്ന നാട്ടിൽ ഉദിച്ച സൂര്യൻ. എനിക്ക് തോന്നുന്നു ഈ പിണറായിലെ പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ CPI ഉണ്ടാവുന്നത്. അത് ഉദ്ദേശിച്ചാവാം പാർട്ടി പിറന്ന നാട്ടിൽ ഉദിച്ച സൂര്യൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഡോക്യുമെന്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ സഖാവ് 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 എന്ന് പറയുന്നുണ്ട്. അത് കേൾവിക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ്. വാസ്തവത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സഖാവ് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സഖാവ് P. കൃഷ്ണപിള്ളയാണ്. മറ്റെല്ലാവരെയും സഖാവ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ സഖാവ് എന്ന ഒറ്റ വിളിപ്പേരിൽ ആളുകൾ അറിയുന്നതും ഓർമ്മിക്കുന്നതും P. കൃഷ്ണപിള്ളയാ. അതും മാറുകയാ. CPM-നെ കുറിച്ച് ആലോചിക്കുമ്പോൾ EMS AKG എന്ന് പറഞ്ഞെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് തന്നെ ആലോചിക്കുമ്പോൾ P. കൃഷ്ണപിള്ള ഏക സഖാവ്. ആ കഥയും ആ ചരിത്രവും മാറുകയാണ്. ഇപ്പോൾ ഇതാ സഖാവ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മാത്രം, ഏക സഖാവ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ, നറേറ്റീവ്സ് എത്തി നിൽക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. പിണറായി വിജയൻ 80 വയസ്സ് തികഞ്ഞപ്പോൾ കേരളത്തിലെ പത്രമാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. മാതൃഭൂമി പത്രത്തിൽ, ആ പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ തന്നെയാണ് പിണറായിയെ കുറിച്ചുള്ള ലേഖനം എഴുതിയത്. ഈ പിണറായി ഡോക്യുമെന്ററിയുടെ റിലീസ് സംബന്ധിച്ച് മാതൃഭൂമിയിൽ വന്ന വാർത്തയുടെ ശീർഷകം, തലക്കെട്ട് EMS-ന് മീതെ എന്നായിരുന്നു.
അതായത് EMS മേലെ പിണറായി വിജയനെ പ്രതിഷ്ഠിക്കുന്ന ഒരു ഡോക്യുമെന്ററി. EMS പോലും സാധിക്കാത്തൊരു വലിയ നേട്ടം, കേരള ചരിത്രത്തിൽ ഒരു വൻ സംഭവം, അതായത് തുടർഭരണം, അത് നേടിയ ആളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം EMS മേലെയാണ്. വാസ്തവത്തിൽ ഈ ഒരു നറേറ്റീവ് ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാ. കാരണം കേരളത്തില് തുടർഭരണം ഉണ്ടായത് പിണറായി വിജയന്റെ കാലത്തല്ല, അതിനു മുമ്പാണ്. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കാണ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിന് പോയതും വിജയിച്ചതും. അങ്ങനെ തുടർഭരണം എന്നതൊരു വലിയ സംഭവമാണെങ്കിൽ അതിന് അർഹനായ ആള്, ആദ്യത്തെ തുടർഭരണം എന്ന ബഹുമതിക്ക് അർഹനായത് അച്യുതമേനോൻ തന്നെയാണ്. ഈ ഡോക്യുമെന്ററിലെ ഈ അവകാശവാദം, അല്ലെങ്കിൽ CPM പലപ്പോഴും പറയുന്ന ഈ അവകാശവാദം ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ CPI അംഗീകരിക്കുമോ? അതും ഒരു ചോദ്യമാണ്. അപ്പൊ ഏതായാലും EMS മേലെ പിണറായി വിജയനെ പ്രതിഷ്ഠിക്കുന്ന ഒരു ഡോക്യുമെന്ററിയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. മാതൃഭൂമിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: പാർട്ടി പ്രവർത്തന കാലത്തും 2 മന്ത്രിസഭയുടെ കാലത്തും ഉണ്ടായിരുന്ന പ്രമുഖരായ നേതാക്കളുടെയോ സഹപ്രവർത്തകരുടെയോ കാര്യം ഈ ഡോക്യുമെന്ററിയിൽ പറയുന്നില്ല. അവിടെ നിശബ്ദത പാലിച്ചിരിക്കുക, മിണ്ടുന്നില്ല. അവിടെ എല്ലാം പിണറായി മാത്രമാണ്. വ്യക്തിജീവിതമോ കുടുംബ ചിത്രമോ പറയാതെ പിണറായി വിജയൻ പകരം വെക്കാനില്ലാത്ത ഒരു നേതാവ് എന്ന ചിത്രമാണ് ഈ ഡോക്യുമെന്ററി നൽകുന്നത് എന്നും മാതൃഭൂമി ദിനപത്രം പറയുന്നുണ്ട്. അതായത് ഇനി കേരള ചരിത്രത്തിൽ പിണറായി മാത്രം, അതിപ്പോ എല്ലാവരും സമ്മതിച്ചു കൊടുക്കണമെന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ CPM ചരിത്രത്തിൽ പിണറായി മാത്രം. EMS ഇല്ല, AKG ഇല്ല, പിണറായി മാത്രം. P കൃഷ്ണപിള്ളയുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏക സഖാവ് അത് പിണറായി വിജയൻ മാത്രം. 1967 പിണറായി വിജയൻ CPM സജീവമാകുന്നത് എന്നാണ് പറയുന്നത്. അന്ന് മുതലുള്ള ഒരു പിണറായി വിജയൻ ശൈലി ആലോചിച്ച് നോക്കണം. പാർട്ടിയിലെ രാഷ്ട്രീയത്തിൽ പിച്ച വയ്ക്കുക. അന്ന് മുതലേ പിണറായി വിജയൻ ഒരു പ്രത്യേക വിജയൻ ശൈലി, പിണറായി ശൈലി രൂപപ്പെടുത്തിയിരുന്നു. അത് അന്നു മുതൽ ആസ്വദിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്നൊക്കെയാണ് ഡോക്യുമെന്ററിയിൽ പറഞ്ഞിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലം, അതുപോലെ തന്നെ തലശ്ശേരി കലാപം, ഇതിനെക്കുറിച്ചൊക്കെ ഈ ഡോക്യുമെന്ററിയിൽ പ്രതിപാദിക്കുമ്പോൾ മറ്റു നേതാക്കന്മാരെ കുറിച്ചൊന്നും ഒരു പരാമർശവുമില്ല. അടിയന്തരാവസ്ഥയിൽ പിണറായി വിജയൻ മാത്രമല്ലല്ലോ അതിനെ ചെറുത്തു നിന്നത്. CPM അവരുടെ റോള്, പങ്കാളിത്തമില്ലേ? അതൊന്നും പറയുന്നില്ല. പിണറായി വിജയനെ കുറിച്ച് മാത്രം. ഈ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രക്രിയ അങ്ങനെയാണ്. ഒരു ഫ്രെയിമിൽ ഒരാൾ മാത്രമേ കാണൂ, വേറെ ആളുകളെ അതിൽ പ്രവേശിപ്പിക്കില്ല. നമ്മൾ പ്രകീർത്തിക്കുന്നത്, അല്ലെങ്കിൽ മഹത്വവൽക്കരിക്കുന്നത്, അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നത് ഒരേ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആ ഫ്രെയിമിൽ മറ്റൊരാൾ കടന്നു വരാത്തത്. എന്റെ ഫിഗർ, എന്റെ മാത്രം ഫിഗർ, എന്റെ ഫുൾ ഫിഗർ, അതായിരിക്കും ഈ ഗ്ലോറിഫിക്കേഷന്റെ പിന്നിലുള്ള ഒരു രീതി, ശൈലി. അതാണ് ഇവിടെ ഇതിന്റെ നിർമ്മാതാക്കളോ സംവിധായകരോ ആരാണെങ്കിലും അവലംബിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ ധാരാളം സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഉണ്ട്. പക്ഷെ കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ചുള്ള ആത്മബന്ധം മാത്രമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അതൊരു പക്ഷേ ഒരു കുറ്റബോധം കൊണ്ടാവണമെന്ന് തോന്നുന്നു. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചത് ചെന്നൈയിൽ വെച്ച. അദ്ദേഹത്തിന്റെ മൃതശരീരം ദീർഘകാലം പ്രവർത്തന കേന്ദ്രമായിരുന്ന തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പോലും വന്ന പാർട്ടി തയ്യാറായില്ല. അത് കണ്ണൂരിലേക്ക് കൊണ്ടുവന്ന് പെട്ടെന്ന് ശവസംസ്കാരം നടത്തിയിട്ട് നമ്മുടെ പിണറായി വിജയൻ വിദേശയാത്രയ്ക്ക് പോവുകയാണ് ചെയ്തത്. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, ആത്മമിത്രം, അദ്ദേഹത്തിന്റെ ശവസംസ്കാരം കഴിഞ്ഞ ഉടനെ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നു പോലുമില്ല. പാർട്ടി പ്രവർത്തകർ കാണാനുള്ള അവസരം പോലും ഉണ്ടാക്കാതെ കണ്ണൂരിൽ കൊണ്ടുവന്ന് ശവസംസ്കാരം നടത്തിയിട്ട് വിദേശയാത്രയ്ക്ക് പോയി. ഇത് സംബന്ധിച്ചുള്ള ഒരു കുറ്റബോധം കൊണ്ടാവണം ഈ ഡോക്യുമെന്ററിയിൽ അദ്ദേഹവുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. എനിക്ക് കിട്ടുന്ന പ്രശംസകളൊന്നും എനിക്കല്ല, പാർട്ടിക്കാണ് എന്നാണ് ഈ ഡോക്യുമെന്ററിയുടെ പ്രകാശന ചടങ്ങിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞത്. അതിന്റെ ലളിതമായ അർത്ഥം എന്താണെന്ന് ചോദിച്ചാല്, പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാനാണ്, പാർട്ടി ഞാനാണ്, അതാണ് അതിന്റെ അർത്ഥം. പാർട്ടിക്കെതിരെ വരേണ്ടത് തനിക്കെതിരെ വന്നു എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത് ഈ കരിമണൽ മാസപ്പടി വിവാദം, കരിമണൽ കമ്പനിയിൽ നിന്ന് ചെയ്തു കൊടുക്കാത്ത സേവനത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകൾ 1.78 കോടി രൂപ കൈപ്പറ്റിയത്, അത് SFIയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞത്, മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായി
SFIO കുറ്റപത്രം സമർപ്പിച്ചത്? ഇതൊക്കെ പാർട്ടിക്കെതിരെ വരേണ്ട കാര്യങ്ങളായിരുന്നു, പക്ഷെ തനിക്കെതിരെയാണ് വന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഈ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തല്ലോ. അക്കാര്യത്തിലുണ്ടായ ഒരു അബദ്ധം ഈ ഡോക്യുമെന്ററിയിലും സംഭവിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ പ്രോഗ്രസ് റിപ്പോർട്ടില് ദേശീയപാത നിർമ്മാണം, അതായത് NH-66, അതൊരു വലിയ നേട്ടമായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത്. പക്ഷേ അതൊക്കെ അച്ചടിച്ചു, വിതരണത്തിന് തയ്യാറായി. അപ്പോഴാണ് ഈ NH-66 വഴിനീളെ വലിയ ഗർത്തങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. അത് ഇടിഞ്ഞു താണത്, റോഡ് മുഴുവൻ തകർന്ന് താറുമാറായത്. അതുകൊണ്ടിപ്പോ അച്ചടിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അത് തന്നെ അങ്ങ് പ്രകാശനം ചെയ്തു. അതിവിടെയും സംഭവിച്ചിട്ടുണ്ട്. ഈ ഡോക്യുമെന്ററിയിൽ പിണറായി വിജയന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിട്ട് പറയുന്നത് ദേശീയപാത വികസനമാണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴോ നിർമ്മിക്കുമ്പോഴോ സംവിധാനം ചെയ്യുമ്പോഴോ ഈ ദേശീയപാത 66 ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകാൻ പോവുകയാണെന്ന് ആരും അറിഞ്ഞില്ല. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ ഡോക്യുമെന്ററിയിലെ മുഖ്യമന്ത്രി അമ്മയുടെ പേര് പോലും തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുന്നത്. അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് ആലക്കാട്ട് കല്യാണി എന്നാണ്. പക്ഷെ ഡോക്യുമെന്ററിയിൽ പറഞ്ഞിരിക്കുന്നത് ആലങ്കണ്ടി കല്യാണി എന്നാണ്. ഡോക്യുമെന്ററിക്ക് വിഷയമായ വ്യക്തിയുടെ മാതാവിന്റെ പേര് പോലും തെറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഈ ഡോക്യുമെന്ററിയിൽ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങൾ ആരാണ് വിശ്വസിക്കുക?